നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഫാനാണിത്. അതായത് ഫാനിൻ്റെ ലീഫ് മാറ്റിയിട്ട് ബാക്കിയുള്ള പോർഷൻ, അതിൻ്റെ മോട്ടർ. ഈ മോട്ടർ നിങ്ങൾ അഴിച്ചു കണ്ടിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ഈ മോട്ടറിൽ നിന്ന് അഴിച്ചു കാണാം. എന്താണ് ഈ മോട്ടറിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മോട്ടർ അഴിക്കാൻ ആദ്യം നമ്മൾ അഴിച്ചു മാറ്റേണ്ടത് മുകളിലെ കപ്പാസിറ്റർ ക്ലാമ്പാണ്. അതിലാണ് കപ്പാസിറ്റർ കിടക്കുന്നത്. ഇതാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഫാനിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. കണ്ടോ, ഇത് നോക്കണ്ടോ? ഇത് പോകുമ്പോഴാണ് ഫാന് സ്പീഡ് കുറയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കപ്പാസിറ്റർ മാറ്റിയാൽ മതി. അത് കപ്പാസിറ്റർ മാറ്റി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ തന്നെ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് കുറച്ച് കൂടുതൽ കാലം ലൈഫ് നിൽക്കുന്നത്. സാധാരണ ഫാനുകൾക്ക് 3 സ്ക്രൂ ആണ് ഉണ്ടാവാറ്. അതായത് ഈ ബോഡി ടൈറ്റ് ചെയ്യുന്നത് 3 സ്ക്രൂവിലായിരിക്കും. ഇതുണ്ടോ, ആ സ്ക്രൂ ചില സമയത്ത് ടൈറ്റ് ആയിരിക്കും. അതിന് നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ അലുമിനിയം, ഈ ബോഡിയൊക്കെ വളരെ അലുമിനിയം ബോഡികളായിരിക്കും. വളരെ ഉള്ളിത്തൊരു പോലെ കനം കുറഞ്ഞ ബോഡി ആയിരിക്കും വരിക. ഒരു കാരണവശാലും ബോഡിയിലൊന്നും ഇപ്പോഴത്തെ ഫാനിലൊന്നും ബോഡി അടിക്കാൻ പാടില്ല. അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടി കയ്യിലിരിക്കും. എല്ലാം ടൈറ്റാ അല്ലേ? മൂന്നാമത്തെ സ്ക്രൂ അഴിക്കുകയാണ്. അപ്പോൾ 3 സ്ക്രൂ അഴിച്ചു. ഇതിൻ്റെ വൈൻഡിങ് പോയ ഫാനാണോ അതോ ബെയറിംഗ് മാറാളാണോ? വൈൻഡിങ് പോയാണ്. നോർമൽ നമുക്ക് വൈൻഡിങ് പോയ ഫാനാണെന്ന് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതാണ് 3 ലീഡുകൾ വരിക ഫാനിൻ്റെ. അപ്പോൾ 3 ലീഡുകൾ വരുമ്പോൾ 3 കളറിലായിരിക്കും വരിക. ഇതൊക്കെ നിങ്ങൾ അയച്ചു വിടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് അയച്ചു വിടാൻ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു മറ്റേ നമ്മുടെ KNK ഓട്ടോമൊബൈൽസ് പറഞ്ഞു ഞാൻ ആ നല്ല പണി അറിയാവുന്ന ഷോപ്പിൽ പോയിട്ട് ആളെ വിളിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ വരും. ഇതുണ്ടല്ലേ, ഇവിടെ നമ്മൾ സീരിയൽ അടിച്ച് നോക്കുകയാണ്. കണക്ഷൻ കൊടുത്തിട്ട് ഇപ്പോൾ അവർ ലൈറ്റ് കത്തും. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേനും കണക്ഷൻസ് ഇല്ല. അപ്പം വൈൻഡിങ് പോയതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനാണ് നമ്മൾ അഴിക്കുന്നത്. പിന്നെ അഴിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ മാറിപ്പോകും. സ്ക്രൂ അഴിച്ച് വിട്ട് നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഒരു സൈഡ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പതുക്കെ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ച് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. എവിടെയെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഒരു വര ഇടും കണ്ടോ, ഒരു സ്ക്രൂവിൻ്റെ മുകളിലേക്ക് 2 താഴത്തെ മുകളിലേക്ക് മാറിപ്പോവില്ല. ഇനി പതുക്കെ നമ്മളതിനെ തട്ടി അടിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അകന്ന് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഇത് പൊക്കിയെടുക്കും. അതാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഒരു ഫാൻ അഴിച്ചിരിക്കുകയാണ്. ഫാനകത്തുള്ള സാധനങ്ങൾ ഇതാണ്. അതായത് കമ്പി ചുരുളുകൾ. പിന്നെ ഈ ബെയറിങ്ങിൻ്റെ സഹായത്തോടെയാണ് ഫാൻ നല്ല രീതിക്ക് കറങ്ങുന്നത്. ഇതതിൻ്റെ സ്പേസറാണ്. സാധാരണഗതിയിൽ ഇതിപ്പം വലിയ ഫാനാണ്. ഏതിൻ്റെ ഫാനാണ്? ക്രോംഡൻ ഗ്രീവ്സ് അല്ലേ? ഇത് ക്രോംഡൻ്റെ ഫാനാണ്. മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ഫാനുകളിൽ ഒരു ഫാനാണ് ക്രോംഡൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കമ്പിച്ചുരുൾ ഉണ്ടല്ലേ, നല്ല ടൈപ്പ് കമ്പിച്ചുരുളാണ്. അപ്പോൾ ഇത് കമ്പനി ഫാനുകൾ വരുന്നത് മിക്കതും നല്ല കമ്പിച്ചുരുളായിരിക്കും വരിക. കോപ്പർ ഉപയോഗിച്ച് തന്നെയാണ് മിക്ക ഫാനുകളും വരേണ്ടത്. പക്ഷേ ഇപ്പോൾ വരുന്നതെല്ലാം അലുമിനിയമാണ്. ഇത് അലുമിനിയമാണോ കോപ്പറാണോ? ഇത് കോപ്പർ അല്ലേ? ക്രോംഡൻ്റെ ഈ ഫാൻ കോപ്പറാണ്. അതുപോലെ ഇത് ഹൈ സ്പീഡ് ആയിരിക്കും അല്ലേ? ഇത് സ്പീഡ് നോർമലാണോ? വലുപ്പം കൂടുതലുള്ള ലീഫാന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഇത് വലിയ ഫാനാണ്. ഇതിപ്പോൾ നമുക്ക് ഊരി കാണിക്കാം. അടിയിലും ലീഫ് തന്നെ, അടിയിലും നമുക്ക് കിടക്കുന്ന ബെയറിംഗ് ആണ്. ഡബിൾ ബെയറിങ്ങിൽ ഓടുന്ന ഫാനാണ്. ഇത് കണ്ടോ, അടിയിൽ ഒരു സ്പ്രിങ്ങിൻ്റെ സഹായത്തോടെ ഒരു സ്പേസറുണ്ട്. ഈ സ്പേസറെല്ലാം ഇത് ഫ്രീ ആയിട്ട് നിൽക്കുക. ഈ ബെയറിങ്ങിൻ്റെ സഹായത്തിൽ 2 ബെയറിംഗ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുക. ഇതാണ് ഉള്ളത്. പിന്നെ ചില ഫാനൊക്കെ അഴിക്കുമ്പം ഇതിനകത്ത് ഒരു ഉരുളോട് കാണും. അതാണ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ നമ്മുടെ ഇത് റോട്ടർ. അപ്പോൾ ഇത് കാന്തമായിട്ട് മാറും. നമ്മുടെ വൈദ്യുതി കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു കമ്പി ചുരുൾ കാന്തമായിട്ട് മാറും. ഇതതിൻ്റെ എതിർ പോളായിട്ട്, അതായത് കാന്തത്തിന് എതിർ പോളായിട്ട് വന്നിട്ട് കറങ്ങുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫാനിൻ്റെ അകത്തുള്ളത്. ഫാനിൻ്റെ അകം കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫാനിൻ്റെ വൈൻഡിങ് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സാധനത്തിൽ ഈ വളരെ നേർത്ത കമ്പിച്ചുരുളാണ് ഇടുന്നത്. 35 ഗേജ് 36 ഗേജിൻ്റെ കോയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് പോകുമ്പോഴാണ് നമ്മുടെ വൈൻഡിങ് പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തരുന്നു. ഇതിനെക്കുറിച്ച് എന്ത് സംശയത്തിനും നിങ്ങൾക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളിവിടുത്തെ കടയിലെ ഫോൺ നമ്പർ തരാം. വിസാറെ ഫോൺ നമ്പർ പറഞ്ഞേ. 9847 69 1651.
ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള എന്ത് ഡീറ്റെയിലും അറിയാനായിട്ട് സാധിക്കും. പുതിയ നിങ്ങൾ ഫാൻ വൈൻഡ് ചെയ്യാനും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഫാൻ വൈൻഡ് ചെയ്യാൻ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ കടയിൽ ചങ്ങനാശ്ശേരിയിലാണ് കട. ചങ്ങനാശ്ശേരി നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലാണ് കട. ഇവിടെ തന്നെ നമുക്ക് വൈൻഡ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് റിപ്പയറിംഗ് ഷോപ്പാണ്. ഇതാണ് ഫാൻ വൈൻഡ് ചെയ്യുന്ന മെഷീൻ. ആ കമ്പിച്ചുരുളുകൾ വെട്ടിയെടുത്ത ശേഷം ഇതിൽ വെച്ചിട്ടാണ് നമ്മളിത് വൈൻഡ് ചെയ്യുന്നത്. ഇതുണ്ടല്ലേ, ഇതൊക്കെ വൈൻഡ് ചെയ്യാനുള്ള ഫാനിൻ്റെ കോറുകളാണ്. ഇതിൻ്റെ കോർ എന്നാണ് പറയുക. ഇതെല്ലാം വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ് കമ്പിച്ചുരുളിട്ട്. അതായത് കോപ്പർ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ വൈൻഡ് ചെയ്യുന്നത്. കണ്ടോ, ഇത് വൈൻഡ് ചെയ്ത് വാർണിഷ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. വാർണിഷ് അടിച്ച് ഒരു ദിവസം ഉണങ്ങിയ ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ പുറകെ കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.